എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 67ാമത്തെ ആവേശകരമായ മഹാപോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും നേർക്കുനേർ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആരാധകരെ സാക്ഷിയാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊരു അങ്ങേയറ്റം ധീരവും ആക്രമണാത്മകവുമായ തീരുമാനമായിരുന്നു. പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയ അദ്ദേഹം RCBയെ ആദ്യം പന്തെറിയാൻ ക്ഷണിച്ചു. ഹൈദരാബാദിന്റെ ഇന്നിംഗ്സ് തുറക്കാൻ സ്ഫോടനാത്മക ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും മൈതാനത്തേറ്റി കാൽ കുത്തിയപ്പോൾ ഗാലറിയിൽ ആവേശത്തിരമാലകൾ ആഞ്ഞടിച്ചു. RCBക്കായി ആദ്യ ഓവർ എറിയാനെത്തിയത് പരിചയസമ്പന്നനായ പേസർ ഭുവനേശ്വർ കുമാർ. എന്നാൽ ട്രാവിസ് ഹെഡ് യാതൊരു ദയയും കാണിച്ചില്ല. ഭുവിയുടെ രണ്ടാമത്തെ പന്ത് ഷോർട്ട് ആൻഡ് വൈഡ് ആയപ്പോൾ ബാക്ക്ഫുട്ടിൽ പോയി പോയിന്റിന് വലതുവശത്തൂടെ ഒരു ഉജ്ജ്വലമായ 4 അടിച്ച് ഹെഡ് തന്റെയും ടീമിന്റെയും അക്കൗണ്ട് തുറന്നു. ആ ഓവറിലെ 5ാമത്തെ പന്തിൽ അഭിഷേക് ശർമ്മയും തന്റെ കൈകൾ തുറന്നു. ഭുവനേശ്വറിന്റെ ലെങ്ത് ബോളിൽ ബാക്ക്ഫുട്ടിൽ നിന്നുകൊണ്ട് ലോങ് ഓഫിന് മുകളിലൂടെ ഒരു അതിമനോഹരമായ ബൗണ്ടറി പായിച്ചു. 2ാം ഓവറുമായി ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഹേസൽവുഡ് എത്തി. കൃത്യതയോടെ പന്തെറിഞ്ഞെങ്കിലും അവസാന പന്തിൽ ട്രാവിസ് ഹെഡ് തന്റെ അമാനുഷിക ശക്തി പ്രകടിപ്പിച്ചു. മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു ആക്രമണാത്മക ബൗണ്ടറി നേടി. 3ാം ഓവറിൽ ഭുവനേശ്വർ കുമാറിനെതിരെ അഭിഷേക് ശർമ്മ തുടർച്ചയായി 2 തകർപ്പൻ ഫോറുകൾ പായിച്ചു. അതിലൊരു ഷോട്ട് തടയാൻ ഫൈൻ ലെഗിൽ നിന്നിരുന്ന കൃണാൽ പാണ്ഡ്യ ഡൈവ് ചെയ്തെങ്കിലും പന്ത് തടയുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ടു. 4ാം ഓവറിൽ യുവ അതിവേഗ ബൌളർ റസീഖ് സലാംദാർ ആദ്യമായി ആക്രമണത്തിനെത്തി. എന്നാൽ അതിക്രൂരമായാണ് ട്രാവിസ് ഹെഡ് അദ്ദേഹത്തെ വരവേറ്റത്. റസീഖിന്റെ ലെഗ് സ്റ്റംപിൽ വീണ ആദ്യത്തെ മോശം ഷോട്ട് ബോൾ ഹെഡ് അനായാസം ഫ്ലിക്ക് ചെയ്ത് ഫൈൻ ലെഗ് ബൗണ്ടറി കടത്തി. തൊട്ടടുത്ത പന്തിൽ ബാക്ക്ഫുട്ടിൽ നിലയുറപ്പിച്ച് ഷോർട്ട് ഓഫ് ലെങ്ത് പന്തിനെ കവർ ചെയ്ത് മിഡ് ഓഫിനും എക്സ്ട്രാ കവറിനും ഇടയിലൂടെ 2ാമത്തെ ബൗണ്ടറിയും നേടി. 3ാമത്തെ പന്തിൽ റസീഖ് ഒരു ഡിപ്പിംഗ് ലോ ഫുൾ ടോസ് എറിഞ്ഞെങ്കിലും ഹെഡ് തന്റെ അവിശ്വസനീയമായ റീച്ച് ഉപയോഗിച്ച് എക്സ്ട്രാ കവറിന്റെ ഇടതുവശത്തൂടെ വീണ്ടും ഒരു തകർപ്പൻ 4 നേടി. എന്നാൽ ഈ ഓവറിലെ അവസാന പന്തിൽ കളി മാറിമറിഞ്ഞു. റസീഖ് സലാംദാർ എറിഞ്ഞ അത്യന്തം അപകടകരമായ ഒരു ഇൻസ്വിംഗിംഗ് യോർക്കർ RCBക്ക് ആദ്യത്തെ വലിയ വിജയം നേടിക്കൊടുത്തു. തുടർച്ചയായി ലെഗ് സൈഡിലേക്ക് മാറിക്കളിക്കാൻ ശ്രമിച്ച ട്രാവിസ് ഹെഡ് പന്തിന്റെ ലൈൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. മിന്നൽ വേഗത്തിൽ ബാറ്റുകൾക്കിടയിലൂടെ പാഞ്ഞുകയറിയ പന്ത് ഓഫ് സ്റ്റംപ് പിഴുതെറിഞ്ഞു. 16 പന്തിൽ 4 ഫോറുകളോടെ 26 റൺസ് നേടിയ ട്രാവിസ് ഹെഡിന്റെ വിനാശകരമായ ക്യാമിയോ അവസാനിച്ചു. ഇത് കണ്ട വിരാട് കോഹ്ലി തന്റെ തനത് ആക്രമണാത്മക ശൈലിയിൽ വിക്കറ്റ് ആഘോഷിച്ചു. ഹെഡ് പുറത്തായതിനു ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ക്രീസിലെത്തി. 5ാം ഓവറിൽ ഹേസൽവുഡിനെതിരെ അഭിഷേക് ശർമ്മ മിഡ് വിക്കറ്റിലേക്ക് പന്തടിച്ച് 3 റൺ ഓടിയപ്പോൾ ഇതിനിടയിൽ RCB നായകൻ രജിത് പട്ടിദാരും വെങ്കിടേഷ് അയ്യരും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിൽ ഒരു മിസ്ഫീൽഡും സംഭവിച്ചു. 2ാമത്തെ ഓവറുമായി റസീഖ് വീണ്ടും എത്തി. 3ാമത്തെ പന്തിൽ അഭിഷേക് ശർമ്മ ഒരു കൂറ്റൻ ഏരിയൽ ഷോട്ട് കളിച്ചു. ഡീപ് മിഡ് വിക്കറ്റിൽ ഫീൽഡർമാർ ഇല്ലാത്തതിനാൽ പന്ത് സുരക്ഷിതമായി ബൗണ്ടറി കടന്നു. തൊട്ടടുത്ത പന്തിൽ അഭിഷേക് വീണ്ടും ഒരു അതിശക്തമായ പുൾ ഷോട്ട് ഉതിർത്തു. ഡീപ് സ്ക്വയർ ലെഗിൽ നിന്ന് ഓടിയെത്തിയ വെങ്കിടേഷ് അയ്യർ പന്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിരലുകളിൽ തട്ടി തുടയിലേക്ക് തെറിച്ചുമാറി ഒരു നിർണായക ക്യാച്ച് നഷ്ടപ്പെട്ടു. ഓവറിലെ അവസാന പന്തിൽ റസീഖിന്റെ സ്ലോവർ ഡെലിവറിയിൽ ഇഷാൻ കിഷൻ സ്ക്വയർ ലെഗിലേക്ക് മനോഹരമായി ഫ്ലിക്ക് ചെയ്ത് തന്റെ ആദ്യ 4 നേടി. പവർ പ്ലേക്കുള്ളിൽ തന്നെ ഹൈദരാബാദ് 50 റൺസ് പിന്നിട്ടു. 7ാം ഓവറിൽ സ്പിന്നർ സുയാസ് ശർമ്മ പന്തെറിയാനെത്തി. 3ാമത്തെ പന്ത് ഫുൾ ലെങ്തിൽ സ്ലോട്ടിലേക്ക് വന്നപ്പോൾ ക്രീസിൽ നിന്നിറങ്ങി വന്ന അഭിഷേക് ശർമ്മ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു കൂറ്റൻ 6 പായിച്ചു. 4ാമത്തെ പന്തിൽ മൈതാനത്തൊരു വലിയ നാടകീയത അരങ്ങേറി. സുയാസ് വീണ്ടും ഗൂഗ്ലി എറിഞ്ഞു. അഭിഷേക് വീണ്ടും ആകാശത്തേക്ക് പന്തടിച്ചു. ലോങ് ഓഫിൽ നിന്ന് വലത്തേക്ക് ഓടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡർ ജോർഡാൻ കോക്സ് 2 കൈകളും കൊണ്ട് പന്ത് പിടിച്ചെടുത്തെങ്കിലും തന്റെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനാവാതെ ബൗണ്ടറി ലൈനിൽ കാലുചവിട്ടി. അമ്പയർ അത് 6 പ്രഖ്യാപിച്ചു. 8ാം ഓവറിൽ ഓൾറൗണ്ടർ റൊമാരിയോ ഷെപ്പേർഡ് ആക്രമണത്തിനെത്തി. ആദ്യ പന്ത് തന്നെ സ്ലോട്ടിൽ കിട്ടിയപ്പോൾ അഭിഷേക് കവറുകൾക്ക് മുകളിലൂടെ മനോഹരമായൊരു ഷോട്ട് ഉതിർത്തു. ലോങ് ഓണിൽ ദേവദത്ത് പടിക്കൽ വായുവിൽ ഉയർന്നു ചാടി ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് വിരലുകളിൽ ഉരസി ബൗണ്ടറി കടന്ന് 6 മാറി. 5ാമത്തെ പന്തിൽ പാഡുകളിൽ പതിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്ത് അഭിഷേക് പന്ത് വീണ്ടും അതിർത്തി കടത്തി. ഇതോടെ വെറും 21 പന്തിൽ RCBക്കെതിരെ തന്റെ ആദ്യത്തെ കൊടുങ്കാറ്റ് അർദ്ധ സെഞ്ചുറി അഭിഷേക് ശർമ്മ പൂർത്തിയാക്കി. അവസാന പന്തിൽ ഒരു കൈകൊണ്ട് സ്ലൈസ് ചെയ്ത് ഷോർട്ട് തേർഡ് മാൻ ഫീൽഡറെ കബളിപ്പിച്ച് വീണ്ടും ഒരു 4 നേടി. 9ാം ഓവറിൽ സുയാസ് ശർമ്മ തിരികെ എത്തി. ആദ്യ പന്തിൽ തന്നെ ഇഷാൻ കിഷൻ ലെഗ് സ്റ്റംപിൽ വന്ന പന്തിനെ മിഡ് വിക്കറ്റിലൂടെ പുള്ള് ചെയ്ത് ബൗണ്ടറി നേടി. എന്നാൽ 2ാമത്തെ പന്തിൽ സുയാസ് RCBയെ മത്സരത്തിൽ തിരികെ കൊണ്ടുവന്നു. യാതൊരു റൂമും നൽകാതെ അതിവേഗത്തിൽ ടേൺ ചെയ്യുന്ന ഒരു ഗൂഗ്ലി എറിഞ്ഞു. തുടർച്ചയായി 3ാമത്തെ തവണയും ക്രീസിൽ നിന്നിറങ്ങി കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച അഭിഷേക് ശർമ്മയ്ക്ക് ഇത്തവണ പന്തിന്റെ ടേൺ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിലേക്ക് ഉയർന്നു. ഷോർട്ട് ഫൈൻ ലെഗിൽ നിന്ന് ഓടിയെത്തിയ ജോർഡാൻ കോക്സ് ഇത്തവണ തെറ്റുകളൊന്നും നൽകാതെ അനായാസം ക്യാച്ചെടുത്തു. 22 പന്തിൽ 4 ഫോറുകളും 5 കൂറ്റൻ 6കളുമായി 56 റൺസിന്റെ അവിശ്വസനീയമായ ഇന്നിംഗ്സ് കഴിച്ച് അഭിഷേക് ശർമ്മ മടങ്ങി.
തുടർന്ന് സ്ഫോടനാത്മക ബാറ്റർ ഹെൻറിക് ക്ലാസൻ മൈതാനത്തെത്തി. 10ാം ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡിന്റെ 4ാമത്തെ പന്തിൽ ഇഷാൻ കിഷൻ ബാക്ക്വേർഡ് പോയിന്റിന് സമീപത്തൂടെ ഒരു മികച്ച 4 നേടി. 11ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യയുടെ 3ാമത്തെ പന്ത് സ്ലോട്ടിൽ കിട്ടിയപ്പോൾ ഇഷാൻ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു ഫ്ളാറ്റായ പവർഫുൾ സിക്സർ പറത്തി റൺ റേറ്റ് കുത്തനെ ഉയർത്തി. 13ാം ഓവറിൽ ജോഷ് ഹേസൽവുഡ് മടങ്ങിയെത്തി. എന്നാൽ ഹെൻറിക് ക്ലാസൻ ആ ഓവറിനെ RCBയുടെ പേടി സ്വപ്നമാക്കി മാറ്റി. ആദ്യ പന്ത് യോർക്കർ പിഴച്ച് സ്ലോട്ടിൽ വീണ സ്ലോവർ ബോൾ ക്ലാസൻ മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറിന് പറത്തി. 2ാമത്തെ പന്ത് ലെങ്ത് ബോൾ ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ വീണ്ടും സിക്സർ. 4ാമത്തെ പന്തിൽ സമ്മർദ്ദത്തിലായ ബൌളർ വൈഡ് യോർക്കർ എറിയാൻ ശ്രമിച്ചു. കൃത്യമായി കണക്കുകൂട്ടിയ ക്ലാസൻ ബാറ്റ് ഗൈഡ് ചെയ്ത് ഷോർട്ട് തേർഡ് മാനും പോയിന്റിനുമിടയിലൂടെ ബൗണ്ടറി നേടി. 5ാമത്തെ പന്തിൽ വീണ്ടും യോർക്കർ പിഴച്ച ഒരു ലോ ഫുൾ ടോസ് കണ്ണടച്ച് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ലോങ് ഓൺ സ്റ്റാൻഡിലേക്ക് ക്ലാസന്റെ 3ാമത്തെ സിക്സർ. ഈ ഒറ്റ ഓവറിൽ ക്ലാസൻ 23 റൺസാണ് അടിച്ചെടുത്തത്. 14ാം ഓവറിൽ സുയാസ് എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഓഫ് സ്റ്റമ്പിന് പുറത്തു നിന്ന ക്ലാസൻ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു വിനാശകരമായ സിക്സർ അടിച്ചു. 4ാമത്തെ പന്തിൽ ഇഷാൻ കിഷൻ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു നീളൻ സ്ലോഗ് സ്വീപ്പ് സിക്സർ അടിച്ച് കാണികളെ ആവേശത്തിലാക്കി. 15ാം ഓവറിൽ ഭുവനേശ്വർ കുമാർ എറിഞ്ഞ ഫുൾ ടോസ് ഇഷാൻ കിഷൻ അടിച്ചു. പന്ത് കൃത്യമായി കണക്ട് ആയില്ലെങ്കിലും കൃണാൽ പാണ്ഡ്യയ്ക്കും വെങ്കിടേഷ് അയ്യർക്കും ഇടയിലുണ്ടായ ആശയക്കുഴപ്പത്തിനായും പന്ത് ബൗണ്ടറി കടന്നു. തൊട്ടടുത്ത പന്തിൽ സിംഗിൾ എടുത്ത് ഇഷാൻ കിഷൻ വെറും 31 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 5ാമത്തെ പന്തിൽ ഭുവിയുടെ സ്ലോ ഷോട്ട് ബോൾ മുൻകൂട്ടി കണ്ട ക്ലാസൻ ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലേക്ക് പുള്ളി ചെയ്ത് 4 നേടി. അവസാന പന്തിലും ഓഫ് ഡ്രൈവിലൂടെ ക്ലാസൻ മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. 15 ഓവർ പിന്നിടുമ്പോൾ ഹൈദരാബാദ് 2-ന് 255 എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി. 16ാം ഓവറിൽ റസീഖ് സലാംദാറിനെ ഇഷാൻ കിഷൻ മിഡ് വിക്കറ്റിലൂടെ സിക്സറിനും തുടർന്ന് ഡീപ് സ്ക്വയർ ലെഗിലൂടെ സ്വീപ്പ് ചെയ്ത് 4നും ശിക്ഷിച്ചു. ഇതോടെ ഇഷാൻ കിഷൻ ക്ലാസൻ കൂട്ടുകെട്ട് വെറും 49 പന്തിൽ 100 റൺസ് പിന്നിട്ടു. അവസാന പന്തിൽ 2 റൺ ഓടിയെടുത്ത് ക്ലാസൻ വെറും 23 പന്തിൽ തന്റെ ഈ സീസണിലെ 6ാമത്തെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഡഗ്ഔട്ടിനെ ആവേശത്തിലാക്കി. 17ാം ഓവറിൽ സ്പിന്നർ കൃണാൽ പാണ്ഡ്യ മത്സരത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു. റൗണ്ട് ദ വിക്കറ്റിൽ വന്ന കൃണാലിന്റെ ഒരു ചതുരമായ ലോ ആം ഡെലിവറിയിൽ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച ക്ലാസന്റെ ടൈമിംഗ് പിഴച്ചു. ഡീപ് മിഡ് വിക്കറ്റിൽ വെങ്കിടേഷ് അയ്യരുടെ സുരക്ഷിത കൈകളിൽ ആ ഇന്നിംഗ്സ് അവസാനിച്ചു. 24 പന്തിൽ 2 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളുമായി 51 റൺസ് നേടിയ ക്ലാസൻ മടങ്ങി. പിന്നാലെ വന്ന യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി ക്രീസിൽ എത്തിയപാടെ ചരിത്രം ഇരുത്തിക്കുറിക്കുന്ന താണ്ഡവം തുടങ്ങി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് അക്കൗണ്ട് തുറന്ന റെഡ്ഡി തൊട്ടടുത്ത പന്തിലും ഒരു മസ്കുലർ സ്വിംഗിലൂടെ ലോങ് ഓണിലേക്ക് 2ാമത്തെ കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് തന്റെ രൗദ്രഭാവം വ്യക്തമാക്കി. 18ാം ഓവറിൽ ഹേസൽവുഡിന്റെ പന്തിൽ ഇഷാൻ കിഷന്റെ എഡ്ജ് ഡീപ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ ബൗണ്ടറി കടന്നു. തൊട്ടടുത്ത പന്തിൽ കിഷൻ നൽകിയ അനായാസമായ ഒരു റിട്ടേൺ ക്യാച്ച് ഹേസൽവുഡ് നിലത്തിട്ടു. 5ാമത്തെ പന്തിൽ കവറുകൾക്ക് കളിച്ചതിനു ശേഷം സിംഗിളിനായി ഓടിയ കിഷനെ റണ്ണൌട്ടാക്കാനുള്ള അവസരവും RCBക്ക് നഷ്ടപ്പെട്ടു. ഡയറക്ട് ഹിറ്റ് ഇല്ലാത്തതും ഹേസൽവുഡിന് പന്ത് കൃത്യമായി പിടിച്ചെടുക്കാൻ സാധിക്കാത്തതും കിഷന് ജീവൻ നൽകി. ഓവറിലെ അവസാന പന്തിൽ റെഡ്ഡിയുടെ ഒരു സ്കൂപ്പ് ഷോട്ട് ടോപ്പ് എഡ്ജായി തേർഡ് മാൻ ബൗണ്ടറിക്ക് മുകളിലൂടെ ഭാഗ്യകരമായ ഒരു സിക്സറായി മാറി. 19ാം ഓവറിൽ ഭുവനേശ്വർ കുമാർ എറിഞ്ഞ ഫുൾ ടോസ് ഇഷാൻ കിഷന്റെ ഇൻസൈഡ് എഡ്ജിലൂടെ ബൗണ്ടറിയായി. അവസാന പന്തിൽ മിഡ് ഓഫിനെ കബളിപ്പിച്ച് റെഡ്ഡി മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ഇന്നിംഗ്സിലെ അവസാന ഓവർ എറിയാൻ റസീഖ് സലാംദാർ എത്തി. 3ാമത്തെ പന്തിൽ തന്റെ കൈക്കുഴകളുടെ മാന്ത്രികതയാൽ റെഡ്ഡി ഫൈൻ ലെഗിലേക്ക് ഒരു മനോഹരമായ 4 നേടി. എന്നാൽ 5ാമത്തെ പന്തിൽ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന ഇഷാൻ കിഷന്റെ ടൈമിംഗ് പിഴച്ചു. പന്തിന്റെ വേഗതയും വിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ വായുവിലേക്ക് ഉയർന്ന പന്ത് ലോങ് ഓഫിൽ നിന്ന് നിർത്ത ദേവദത്ത് പടിക്കൽ അനായാസം പിടിച്ചെടുത്തു. 46 പന്തിൽ 8 ഫോറുകളും 3 സിക്സറുകളുമായി 79 റൺസ് എന്ന മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിച്ച് ഇഷാൻ കിഷൻ മടങ്ങി. നിർദ്ദിഷ്ട 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് പടുത്തുയർത്തിയത് ചരിത്രം തിരുത്തിക്കുറിക്കുന്ന 255 എന്ന സ്കോറാണ്. 256 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം മുന്നിൽ കണ്ട് RCBക്കായി ഇന്നിംഗ്സ് തുറക്കാനെത്തിയത് ഇതിഹാസ താരം വിരാട് കോഹ്ലിയും വെടിക്കെട്ട് വീരൻ വെങ്കിടേഷ് അയ്യരും. സൺറൈസേഴ്സ് നായകൻ പാറ്റ് കമിൻസ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ RCB തങ്ങളുടെ നയം വ്യക്തമാക്കി. ഓവറിലെ 5ാം പന്തിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തുവന്ന പന്തിനെ വെങ്കിടേഷ് അയ്യർ അതിവിദഗ്ധമായി ഫൈൻ ലെഗിലേക്ക് പാഡിൽ ചെയ്ത് ബൗണ്ടറി കടത്തി. തൊട്ടടുത്ത പന്തിൽ കമിൻസ് വീണ്ടും ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിഞ്ഞപ്പോൾ അയ്യർ സർവ്വശക്തിയുമെടുത്ത് തേർഡ് മാനിലൂടെ അതിർത്തി കടത്തി ഒരു പടുകൂട്ടീൻ സിക്സർ നേടി. 2ാം ഓവറിൽ ഇഷാൻ മലിംഗയുടെ ഷോട്ട് പന്തിനെ അയ്യർ സമർത്ഥമായി ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പുൾ ചെയ്ത് മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. 3ാം ഓവറിൽ കമിൻസിന്റെ പന്തിൽ ഹിപ്സിൽ നിന്നും ഫൈൻ ലെഗിലേക്ക് കോഹ്ലി അടിച്ച ഷോട്ട് തടയാൻ നിതീഷ് കുമാർ റെഡ്ഡി ഒരു ഫ്ലൈയിംഗ് ഡൈവ് നടത്തിയെങ്കിലും പന്ത് കൈകളിൽ തെന്നിമാറി ബൗണ്ടറിയിലെത്തി. തൊട്ടടുത്ത പന്തിലും കോഹ്ലി തന്റെ ട്രേഡ് മാർക്ക് ഫ്ലിക്കിലൂടെ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് അതിമനോഹരമായ ഒരു ബൗണ്ടറി കൂടി നേടി. ഇതേ ഓവറിലെ 4ാം പന്തിൽ വെങ്കിടേഷ് അയ്യർ തന്റെ ബാറ്റിൽ നിന്നും ഒരു കൈ വിട്ടുപോയിട്ടും പന്തിനെ ലോങ് ഓഫിന് മുകളിലൂടെ അതിസാഹസികമായി ബൗണ്ടറി കടത്തി. എന്നാൽ ഇതേ ഓവറിൽ വൈഡ് ലഭിക്കാത്തതിനെ തുടർന്ന് അയ്യർ റിവ്യൂ എടുത്തത് RCBക്ക് നഷ്ടമായി.
4-ാം ഓവറിൽ സ്പിന്നർ ശിവം കുമാർ ബൌളിംഗിനെത്തിയപ്പോൾ മൈതാനം വെങ്കിടേഷ് അയ്യരുടെ സംഹാര താണ്ഡവത്തിന് സാക്ഷ്യം വഹിച്ചു. ആദ്യ പന്തിൽ അയ്യർ മുട്ടുകുത്തി നിന്നുകൊണ്ട് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പടുമൂറ്റൻ സ്ലോഗ് സ്വീപ്പ് സിക്സർ നേടി. തൊട്ടടുത്ത പന്തിൽ ഇതേ പൊസിഷനിൽ നിന്ന് പന്ത് നിലത്തൂടെ സ്വീപ്പ് ചെയ്ത് വീണ്ടും ഒരു ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറി. 4-ാമത്തെ പന്തിൽ ശിവങ്കിന്റെ ഷോട്ടായി വന്ന റോങ് കൃത്യമായി മുൻകൂട്ടി കണ്ട് ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻസിലേക്ക് അയ്യർ സിക്സർ പയച്ചു. 5-ാമത്തെ പന്തിൽ വീണ്ടും പുറത്തേക്ക് പോയ പന്തിൽ ബാക്ക് ഫുട്ടിൽ നിന്ന് ലോങ് ഓണിലേക്ക് മറ്റൊരു ഉഗ്രൻ സിക്സർ കൂടി നേടിയതോടെ RCBയുടെ 50 റൺസ് കൂട്ടുകെട്ട് പൂർത്തിയായി. എന്നാൽ 5-ാം ഓവറിൽ ഹൈദരാബാദ് ശക്തമായി തിരിച്ചുവന്നു. ഇഷാൻ മലിംഗയുടെ ഷോട്ട് പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച വെങ്കിടേഷ് അയ്യർക്ക് ടൈമിംഗ് പിഴച്ചു. പന്ത് വായുവിൽ ഉയർന്നു. വൈഡ് ലോങ് ഓണിൽ അഭിഷേക് ശർമ്മ യാതൊരു പിഴവും കൂടാതെ ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. വെറും 19 പന്തിൽ 4 ഫോറുകളും 4 സിക്സറുകളുമടക്കം 44 റൺസ് നേടി വെങ്കിടേഷ് അയ്യർ മടങ്ങി. പകരക്കാരനായി വന്ന ദേവദത്ത് പടിക്കൽ ആദ്യ പന്തിൽ തേർഡ് മാനിലൂടെ ഫോറും അടുത്ത പന്തിൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ കിടിലൻ സിക്സറും നേടി വരവറിയിച്ചു. എന്നാൽ 6-ാം ഓവറിൽ സാക്കിബ് ഹുസൈന്റെ ഒരു സ്ലോവർ ബോളിൽ കവർ ഡ്രൈവിന് ശ്രമിച്ച വിരാട് കോഹ്ലിക്ക് പിഴച്ചു. പന്ത് നേരെ സ്മരൺ രവിചന്ദ്രന്റെ കൈകളിലേറ്റി ചെന്നു ചേർന്നപ്പോൾ 11 പന്തിൽ 2 ഫോറുകളോടെ 15 റൺസ് മാത്രമെടുത്ത വിരാട് കോഹ്ലി പുറത്തായി. 7-ാം ഓവറിൽ ഹർഷൽ പട്ടേലിനെതിരെ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ കവേഴ്സിലൂടെ ബൗണ്ടറി കടത്തി. 8-ാം ഓവറിൽ ദേവദത്ത് പടിക്കൽ സാക്കിബ് ഹുസൈനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ബൗണ്ടറി പായിച്ചു. 9-ാം ഓവറിലെ 5-ാം പന്തിൽ ഇഷാൻ മലിംഗയുടെ പന്തിൽ ഒരു ഫ്ലിക്ക് ഷോട്ടിന് ശ്രമിച്ച പടിക്കൽ ഡീപ് മിഡ് വിക്കറ്റിൽ അഭിഷേക് ശർമ്മയുടെ കൈകളിൽ ഭദ്രമായി. തുടർന്ന് ക്രീസിലെത്തിയ കൃണാൽ പാണ്ഡ്യയും ക്യാപ്റ്റൻ രജത് പാട്ടിദാറും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ DRS നാടകങ്ങളാണ് അരങ്ങേറിയത്. 9-ാം ഓവറിലെ അവസാന പന്തിൽ ഇഷാൻ മലിംഗയുടെ ബൗൺസറിൽ കൃണാൽ പാണ്ഡ്യ അപ്പർ കട്ടിന് ശ്രമിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ഒറ്റ കൈകൊണ്ട് പന്ത് പിടിച്ച് അപ്പീൽ ചെയ്തു. കമ്മിൻസ് റിവ്യൂ എടുത്തുവെങ്കിലും അൾട്രാ എഡ്ജിൽ പന്ത് ബാറ്റിൽ തട്ടിയിട്ടില്ലെന്ന് വ്യക്തമായതോടെ ഹൈദരാബാദിന് റിവ്യൂ നഷ്ടമായി. 4-ാം ഓവറിൽ ഹർഷൽ പട്ടേലിന്റെ പന്തിൽ കൃണാൽ ഷോട്ട് കളിച്ചപ്പോൾ റണ്ണൌട്ടിനുള്ള അവസരമുണ്ടായെങ്കിലും പാട്ടിദാർ ഡൈവ് ചെയ്ത് രക്ഷപ്പെട്ടു. 11-ാം ഓവറിൽ പാറ്റ് കമ്മിൻസിനെതിരെ കൃണാൽ കവേഴ്സിലൂടെ ബൗണ്ടറി നേടി. എന്നാൽ അതേ ഓവറിലെ 3-ാം പന്തിൽ കമ്മിൻസ് എറിഞ്ഞ വൈഡ് ബോൾ ഹൈദരാബാദ് റിവ്യൂ ചെയ്തു. പന്തിന്റെ ഒരു ഭാഗം വൈഡ് ലൈനിനുള്ളിലായതിനാൽ അമ്പയർ തീരുമാനം തിരുത്തിയത് ഇഷാൻ കിഷൻ ചിരിയോടെ ആഘോഷിച്ചു. 12-ാം ഓവറിൽ ശിവം കുമാറിന്റെ പന്തിൽ പാട്ടിദാറിനെതിരെ LBW അപ്പീലുണ്ടായി. കമ്മിൻസ് വീണ്ടും റിവ്യൂ എടുത്തു. എന്നാൽ പന്ത് വിക്കറ്റിന് മുകളിലൂടെ പോകുന്നതായി ബോൾ ട്രാക്കിംഗിൽ കണ്ടതോടെ ഹൈദരാബാദിന് അവരുടെ രണ്ടാമത്തെ റിവ്യൂവും നഷ്ടമായി. തുടർന്ന് 12-13 ഓവറുകളിൽ ശിവം കുമാറിനെതിരെയും സാക്കിബ് ഹുസൈനെതിരെയും കൃണാൽ പാണ്ഡ്യ ബൗണ്ടറികൾ നേടി സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ചു. 14.1 ഓവറുകൾ പിന്നിടുമ്പോൾ RCB 3-143 എന്ന നിലയിലായിരുന്നു. ക്യാപ്റ്റൻ രജത് പാട്ടിദാർ 24 പന്തിൽ 30 റൺസും കൃണാൽ പാണ്ഡ്യ 18 പന്തിൽ 28 റൺസുമായി ക്രീസിലുണ്ടായിരുന്നു. റൺ റേറ്റ് 10.19 ആയിരുന്നു. എന്നാൽ ആവശ്യമായ റൺ റേറ്റ് അതിലും വളരെ മുകളിലായിരുന്നു. സ്കോർ ബോർഡിലെ ഈ കൂറ്റൻ സമ്മർദ്ദം താങ്ങാനാവാതെ RCB ബാറ്റർമാർ അവസാന ഓവറുകളിൽ തകർന്നടഞ്ഞു. ഹൈദരാബാദ് ബൌളർമാരുടെ കൃത്യതയാർന്ന ബൌളിംഗ് RCBയുടെ പ്രതീക്ഷകളെ പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞു. കൂറ്റൻ ലക്ഷ്യത്തിനു മുന്നിൽ പാട്ടിദാറിന്റെയും കൃണാലിന്റെയും പോരാട്ടം മതിയാവാതെ വന്നതോടെ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ലക്ഷ്യത്തിനേറെ അകലെ RCBയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു. സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ഐതിഹാസികമായ ബാറ്റിംഗ് കരുത്തിന്റെയും മികച്ച ബൌളിംഗിന്റെയും പിൻബലത്തിൽ IPL 2026 ഈ നിർണായക മത്സരത്തിൽ ആധികാരികമായ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കി കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റുകയും ചെയ്തു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.